ഹലോ ഗൈസ്, നമ്മളിന്ന് ബുള്ളറ്റിൻ്റെ സ്റ്റെം ഓയിൽ ലീക്കേജ് പ്രശ്നം പരിഹരിക്കാൻ പോവാണ്. അപ്പോൾ ആദ്യം നമുക്ക് വീലഴിക്കണം. അപ്പോൾ ഇവിടെ ആദ്യം ആക്സിൽ നമ്മൾ അഴിച്ചെടുത്തിട്ട് ഈ മൽഗാർഡ് ടയറെല്ലാം അഴിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ആദ്യം അതിൻ്റെ ആക്സിലാണ് അഴിക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് മുൻപ് ഇവിടെ ഇതിൻ്റെ ഈ സ്റ്റെമ്മിൻ്റെ താഴെ ഒരു ബോൾട്ടുണ്ട്, 10 ബോൾട്ടുണ്ട്, അത് അഴിച്ചെടുക്കണം. അത് ലൂസാക്കിയാൽ നമുക്ക് എന്താ പറയുക ആക്സിൽ അഴിച്ചെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് നമ്മൾ ആദ്യം ആ ബോൾട്ടാണ് അഴിച്ചെടുക്കുന്നത്. രണ്ട് സൈഡിൽ അതേ ഉള്ള ബോൾട്ട് അഴിച്ചെടുക്കുക. എന്നിട്ട് 17ൻ്റെ സ്പാനർ ഇട്ടിട്ട് ഇവിടെ പിടിച്ച് കഴിഞ്ഞിട്ട് അവിടുത്തെ നെട്ട് അഴിച്ച് കഴിഞ്ഞാൽ ആക്സിൽ സുഖമായിട്ട് ഊരി വരും. അത് കഴിഞ്ഞാൽ മൽഗാർഡ് അഴിക്കണം. മൽഗാർഡിൽ 12ൻ്റെ ബോൾട്ട് വരുന്നുണ്ട്. ആ 12 ബോൾട്ട് 4 സൈഡിലുള്ള 12 ബോൾട്ട് അഴിച്ചെടുക്കുക. അഴിച്ചെടുത്ത് കഴിഞ്ഞാൽ മൽഗാർഡ് നമുക്ക് മെല്ലെ ഇളക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ആദ്യം നമ്മളങ്ങനെ മൽഗാർഡ് മെല്ലെ ഇളക്കിയെടുക്കുക. രണ്ട് സൈഡിലും ഈ 3 ക്ലാമ്പ് വരുന്നുണ്ട്. ക്ലാമ്പിൽ ഉള്ള ബോൾട്ടൊക്കെ അഴിച്ചെടുക്കുക. ബോൾട്ട് അഴിച്ചെടുത്ത് കഴിഞ്ഞ് മെല്ലെ മൽഗാർഡ് മെല്ലെ ഇളക്കിയെടുക്കുക. അപ്പോൾ നമ്മൾ ഈ വണ്ടിയുടെ ഫ്രണ്ട് വീൽ അഴിച്ചെടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ വെയിറ്റ് കാരണം താഴോട്ട് വരാതിരിക്കും. അടിയിൽ വല്ല സ്റ്റൂളോ വല്ലതും വെച്ച് കൊടുക്കുന്നത് നല്ലതായിരിക്കും. എന്നിട്ട് മൽഗാർഡ് മെല്ലെ ഇളക്കിയെടുക്കുക. മൽഗാർഡ് ഇളക്കിയെടുത്തതിന് ശേഷം ഇൻഡിക്കേറ്ററിൻ്റെ ബാക്കിലൊരു നെട്ടുണ്ട്. അപ്പോൾ അവിടെ സ്പാനറിട്ട് പിടിച്ചിട്ട് നമ്മൾ ആദ്യം ഇൻഡിക്കേറ്ററിന് നെട്ട് അഴിച്ചെടുക്കണം. എന്നിട്ട് അതിൻ്റെ ഇപ്പുറത്ത് തന്നെ ഒരു നെട്ടും കൂടി ഉണ്ട്, അത് അഴിച്ചെടുക്കണം. പിന്നെ മുകളിലൊരു 8ൻ്റെ എലങ്കി വരുന്നുണ്ട്, അത് നമ്മൾ ലൂസാക്കി കൊടുക്കുകയാണ്. അത് ലൂസാക്കി കൊടുത്താലേ നമുക്ക് ഈ സ്റ്റെം അഴിച്ചെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യം നമ്മൾ രണ്ട് സൈഡിലുള്ള എലങ്കി നെട്ട് 8ൻ്റെ എലങ്കി ബോൾട്ടുണ്ട്, അത് അഴിച്ചെടുക്കുക. അത് അഴിച്ചെടുത്ത് കഴിഞ്ഞാൽ സ്റ്റെമ്മ് നമുക്ക് സുഖമായിട്ട് അഴിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഈ സൈഡത്തെ ഇൻഡിക്കേറ്ററിൻ്റെ സൈഡത്തെ ബോൾട്ട് നമ്മൾ നല്ല ലൂസാക്കി കൊടുക്കണം. എന്നിട്ട് മെല്ലെ മെല്ലെ തട്ടിയെടുത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ സ്റ്റെം മെല്ലെ താഴോട്ട് ഇറങ്ങി വരും. അപ്പോൾ അത് നമ്മൾ ആദ്യം മെല്ലെ മെല്ലെ തട്ടിയെടുക്കുക. വീഡിയോയിൽ കാണുന്ന പോലെ മെല്ലെ മെല്ലെ തട്ടിയെടുക്കുക. അങ്ങനെ രണ്ട് സൈഡിലുള്ള സ്റ്റെമ്മ് രണ്ടും തട്ടിയെടുക്കുക. നമുക്കിതിൻ്റെ ഉള്ളത്തെ ഓയിൽ സീലും മാറ്റാനുള്ളതാണ്. അപ്പോൾ നമ്മൾ രണ്ട് ഇത് അഴിച്ചെടുത്തിട്ട് നമ്മൾ ഈ മുകളിലൊരു നട്ട് വരുന്നുണ്ട്, നമ്മൾ ഡബിൾ എൻഡിൻ്റെ സ്പാനർ കൊണ്ട് അഴിച്ചെടുക്കുന്നതാണ്. 30 സൈസാണ് വരിക. അപ്പോൾ അത് നമ്മൾ പിടിച്ച് അഴിച്ച് കഴിഞ്ഞാൽ നല്ല ബലമുണ്ടാവും. ബലമുണ്ടെങ്കിൽ അതൊന്നും ജസ്റ്റ് തട്ടി കൊടുത്തു കഴിഞ്ഞാൽ സുഖമായിട്ട് അഴിഞ്ഞ് വരും. നമ്മളത് നല്ല ഡബിൾ എൻഡ് സ്പാനർ ഇട്ടിട്ട് ഇങ്ങനെ നമുക്ക് റൗണ്ട് ഷേപ്പ് ആയതുകൊണ്ട് നമുക്ക് പിടിച്ചാൽ അത് നമ്മുടെ കയ്യിൽ സ്ലിപ്പാവും. അതുകൊണ്ടാണ് നമ്മൾ വയസ്സിലിട്ട് പിടിക്കുന്നത്. വയസ്സിലിട്ട് പിടിച്ച് അഴിച്ച് കഴിഞ്ഞാൽ സുഖമായിട്ട് നെട്ട് അഴിഞ്ഞ് വരും. നെട്ട് അഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ സ്പ്രിങ് ഉണ്ടാവും. സ്പ്രിങ്ങിൻ്റെ മുകളിലായിട്ട് ഒരു സ്പേസറും അതിൻ്റെ ഒരു വാഷറും ഉണ്ടാവും. അപ്പോൾ നമ്മളത് ഊരി വെച്ച് കഴിഞ്ഞ് ഈ ഓയിൽ അതിലുണ്ടായിരിക്കുന്ന പഴയ ഓയിൽ മുഴുവനായിട്ട് ഊറ്റിയെടുക്കുക. അങ്ങനെ രണ്ട് സ്റ്റെമ്മിൻ്റെയും നമ്മളങ്ങനെ ഓയിൽ ഫുള്ള് ഊറ്റിയെടുക്കുക. ഓയിൽ മറ്റേ ഫുള്ളായിട്ട് ഒഴിഞ്ഞു പോകാൻ വേണ്ടി നമ്മൾ കുറച്ച് നേരം വയ്ക്കുക. രണ്ട് സ്റ്റെമ്മ് നമ്മളങ്ങനെ ഊറ്റിയെടുത്ത് കഴിഞ്ഞു. അതിലത്തെ ഓയിലൊക്കെ ഊറ്റിയെടുത്ത് കഴിഞ്ഞു. ഇനി നന്നായിട്ടത് ക്ലീൻ ചെയ്യണം. ക്ലീനിങ്, ഈ സ്റ്റെം ഓയിൽ പണിയെടുക്കുമ്പോൾ അതിൻ്റെ ക്ലീനിങ് മെയിനാണ്. നന്നായിട്ട് വൃത്തിയായിട്ട് ക്ലീൻ ചെയ്യുക. നമ്മൾ ഡീസലോ അല്ലെങ്കിൽ ഈ പെട്രോളോ വെച്ചിട്ട് നന്നായി വൃത്തിയായിട്ട് ക്ലീൻ ചെയ്യുക. അതിൻ്റെ വാഷർ റോള്, സ്പേസ് റോള്, ബുഷ് റോളൊക്കെ നല്ല വൃത്തിയായിട്ട് ക്ലീൻ ചെയ്യണം. നല്ല വൃത്തിയായിട്ട് ക്ലീൻ ചെയ്ത് നമ്മളത് മാറ്റി വയ്ക്കുക. സ്റ്റെം ഓയിൽ ക്ലീനിങ്ങിൽ ഈ നല്ല വൃത്തിയായിട്ട് ക്ലീൻ ചെയ്താൽ മാത്രമേ നമുക്ക് അതിൽ ഡസ്റ്റും കാര്യങ്ങളൊക്കെ പിടിച്ചിരിക്കുന്നുണ്ടാവും. അതുകൊണ്ട് നല്ല വൃത്തിയായിട്ട് ക്ലീൻ ചെയ്യണം. പിന്നെ അതിൻ്റെ ഓയിൽ സീല് നമ്മൾ ഒറിജിനൽ ഓയിൽ സീൽ തന്നെയാണ് വാങ്ങിയിട്ടുള്ളത്. ഓയിൽ സീല് 190 രൂപയോളം വില വരുന്നുണ്ട്. അത് നമ്മൾ ആദ്യം ഓയിൽ സീൽ വെച്ച് ജസ്റ്റ് ഗ്രീസ് പറ്റി കൊടുത്ത് ഓയിൽ സീൽ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ നമ്മുടെ പഴയ ഓയിൽ സീൽ, നമ്മൾ അഴിച്ചെടുത്ത ഓയിൽ സീൽ എടുത്ത് മെല്ലെ തട്ടി കൊടുക്കുക.
അപ്പോൾ തട്ടി കൊടുത്താൽ അത് കറക്റ്റായിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിപ്പോവും. അപ്പോൾ നമ്മൾ ഓയിൽ സീൽ വെച്ച് കഴിഞ്ഞു. ഇനി അതിലൊരു ലോക്ക് വരുന്നുണ്ട്. പഴയ ഓയിൽ സീൽ നമ്മൾ തട്ടിക്കളഞ്ഞിട്ട് അതിൽ നല്ല ക്ലീൻ ചെയ്ത് നല്ല വൃത്തിയായിട്ട് ക്ലീൻ ചെയ്യണം. എന്നിട്ട് അതിലൊരു ലോക്ക് ലോക്കിട്ട് കൊടുക്കുക. ലോക്കിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ആ ഡസ്റ്റ് സീൽ അതിൻ്റെ മുകളിൽ വെച്ച് അടച്ചു കഴിഞ്ഞു. അതുപോലെ മറ്റേ സ്റ്റെമ്മിൻ്റെയാണ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഇത് പുള്ളർ ഉണ്ട്, മറ്റേ സ്റ്റെം അഴിക്കുന്ന പുള്ളറുണ്ട്. പുള്ളർ എടുത്ത് നമ്മൾ വൃത്തിയായിട്ട് അതിൽ ലോക്ക് ചെയ്ത് വെച്ച് സ്റ്റെം അതിൽ ഇറക്കി വെച്ച് അതിൻ്റെ മുകളിലൊരു ബുഷ് ഇട്ട് മെല്ലെ ഇതിറക്കി കൊടുക്കുക. എന്നിട്ട് ഇവിടെ എല്ലങ്കി ബോൾട്ട് വരുന്നുണ്ട്, സ്റ്റെമ്മിൻ്റെ അടിയിൽ വരുന്ന എല്ലങ്കി ബോൾട്ട്, ആ ബോൾട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് അടുത്തതായിട്ട് സ്റ്റെമ്മിൽ ഓയിലാണ് ഒഴിക്കേണ്ടത്. ഈ സ്പ്രിങ് ഇട്ടതിന് ശേഷം സ്പ്രിങ്ങിൻ്റെ മുകളിൽ നമ്മൾ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഈ എല്ലങ്കി ബോൾട്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ സ്ലിപ്പ് ആവാതിരിക്കാനാണ് ഒരു സ്ക്രൂ ഡ്രൈവറോ വല്ലതും ഇട്ട് അല്ലെങ്കിൽ ആക്സിലോ വല്ലതൊക്കെ ഇട്ട് നന്നായി ടൈറ്റ് ചെയ്യുക. അതിന് ശേഷം സ്പ്രിങ് ഇടുക. സ്പ്രിങ് ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് ഗ്യാപ്പ് കൂടിയ ഭാഗം താഴോട്ടിടണം. എന്നിട്ട് അതിലൊരു വാഷറും ആ സ്പേസറും ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഓയിൽ ഒഴിക്കാം. ഇതിൽ 195 മില്ലി ഓയിലാണ് നമ്മൾ ഒഴിക്കുന്നത്. സ്പേസറിട്ട് വാഷറിട്ട് എന്നതിന് ശേഷം ഓയിൽ ഒഴിക്കുക. സ്റ്റെം ഓയിൽ വാങ്ങാൻ കിട്ടും. സ്റ്റെം ഓയിൽ വാങ്ങി നമ്മൾ കറക്റ്റ് അളവ് ഇത് രണ്ടിലും ഒരുപോലെ ഒഴിച്ചു കൊടുക്കുക, കുറേശ്ശായിട്ട് ഒഴിച്ചു കൊടുക്കുക. അതിന് ശേഷം നമ്മൾ ആ നെട്ട് വെച്ചിട്ട് ആദ്യം അഴിച്ച നെട്ട് വെച്ചിട്ട് കറക്റ്റായി ടൈറ്റ് ചെയ്ത് നന്നായി കറക്റ്റായി ടൈറ്റ് ചെയ്യുക. ടൈറ്റ് ചെയ്തതിന് ശേഷം നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക, ആക്ഷൻ കറക്റ്റല്ലെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കുക. അതിന് ശേഷം കയറ്റാം. പഴയ പോലെ